വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യം. ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. യൗസേപ്പ് പിതാവിന്റെ നിദ്ര, സ്വപ്നങ്ങൾ വിശുദ്ധന്റെ അനുസരണത്തിന്റെ അടയാളങ്ങളായിരുന്നു. യൗസേപ്പ് പിതാവ് ഉറങ്ങുമ്പോൾ ദൈവം അവനോട് സംസാരിച്ചു. അവൻ ഉണർന്നപ്പോൾ ദൂതൻ കൽപ്പിച്ചതുപോലെ യൗസേപ്പ് പിതാവ് പ്രവർത്തിച്ചു. ഉറക്കമുണർന്നപ്പോൾ അവൻ ആരോടും വാദിച്ചില്ല, ആരെയും സംശയിച്ചില്ല, പ്രവർത്തിക്കുവാൻ താമസിച്ചുമില്ല. യൗസേപ്പ് പിതാവിന് സ്വപ്നങ്ങൾ ആശ്വാസം പകരുന്നവയായിരുന്നില്ല. അവ മറിയത്തെ സംരക്ഷിക്കുവാനും ദൈവിക പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള സമയമായിരുന്നു. യൗസേപ്പ് പിതാവിന്റെ സ്വപ്നം അവിടുത്തെ ജീവിത ഉത്തരവാദിത്വമായിരുന്നു. ഓരോ തവണയും അവൻ ഉണർന്നപ്പോൾ വിശ്വാസം തിരഞ്ഞെടുത്തു. ജോസഫ് ഭയപ്പെട്ടിരുന്നില്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഭയത്തേക്കാൾ വിശ്വാസത്തെ തിരഞ്ഞെടുത്തു. ഒട്ടും താമസിക്കാതെ തന്നെ വിശ്വാസം കാത്തു പരിപാലിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുന്നതിന്റെ കാരണം നമ്മൾ പലപ്പോഴും വൈകിപ്പോകുന്നത് കൊണ്ടാണ്. യൗസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ എഴുന്നേൽക്കുക. അതോടൊപ്പം ദൈവം നമ്മളോട് അവിടുത്തെ അനുസരിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ചില വിശദീകരണങ്ങൾക്ക് അവിടുത്തെ മുൻപിൽ സ്ഥാനമില്ല. ദൈവം ജോസഫിനോട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കുന്നില്ല. അവൻ കേട്ടത് എന്ത് ചെയ്യണം എന്ന് മാത്രമാണ്. ജോസഫ് ഒരിക്കലും ദൈവത്തിനോട് ചോദിച്ചില്ല, ഇത് എങ്ങനെ സാധിക്കും, ജനങ്ങൾ എന്തു പറയും എന്നൊക്കെ. നമ്മുടെ മുൻപിലുള്ളത് അന്ധകാരമാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കാൻ നാം പഠിക്കണം. ഉറക്കം എന്നത് ദൈവത്തിൽ വസിക്കുന്ന സമയം. ദൈവം സംസാരിച്ചതിന് ശേഷം അത് ജീവിതത്തിൽ നടപ്പിലാക്കുന്ന നിമിഷമാണ് ഉണർവ്. നമ്മുടെ ഉറക്കവും ഉണർവും ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചാവട്ടെ.